പ്രവർത്തനം 1. വരയ്ക്കാം, കണ്ടെത്താം. സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരയ്ക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത്. അവർ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. എന്താണ് എഴുതിയിരിക്കുന്നത്? വരൂ, ചിത്രം വരയ്ക്കാം. വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വട്ടം, ചതുരം ഇവ ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കുക അല്ലേ? ഞാൻ സിമ്പിളായിട്ട് വരക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. വട്ടം, ചതുരം ഇവ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരക്കാം. പൂമ്പാറ്റയുടേതോ കുട്ടിയുടേതോ വീടോ അങ്ങനെ ഏത് ചിത്രം വേണമെങ്കിലും വട്ടം, ചതുരം ഇവ ഉപയോഗിച്ച് വേണം വരക്കാൻ വേണ്ടി. ഓക്കെ. ഇനി നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? ഞാനിപ്പോൾ ഈ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? 1, 2, 3, 4 അല്ലേ? അപ്പോൾ ഉത്തരം എത്രയാണ്? 4. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തതിന് എക്സ് അടയാളം ഇടുക, തെറ്റ് അടയാളം ഇടുക. അപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? 4 വശമുണ്ട്. ചതുരത്തിന് 4 വശമുണ്ടല്ലോ. അപ്പോൾ അത് ചതുരത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രത്യേകത അല്ലാത്തതിനാണ് എക്സ് അടയാളം ഇടാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഈ ബോക്സിൽ എക്സ് അടയാളം ഇടേണ്ടതില്ല. ഇനി രണ്ടാമത്തെ എന്താണ്? 4 മൂലയുണ്ട്. ചതുരത്തിന് 4 മൂലയുണ്ടല്ലോ. അപ്പോൾ അതും ശരിയായ പ്രസ്താവനയാണല്ലേ? അപ്പോൾ അതിനും എക്സ് വേണ്ട. നെക്സ്റ്റ് എന്താണ്? എതിർവശങ്ങൾ ഒരേ അളവല്ല. അപ്പോൾ അത് ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തതാണല്ലേ? അപ്പോൾ അത് തെറ്റുത്തരാണല്ലോ. എതിർവശങ്ങൾ ഒരേ അളവാണല്ലേ ചതുരത്തിന്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എക്സ് അടയാളം ഇട്ട് കൊടുക്കുക. ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തതാണ്. ഇനി എന്താണ്? 4th, എതിർവശങ്ങൾ ഒരേ അളവാണ്. അത് ചതുരത്തിൻ്റെ പ്രത്യേകതയാണല്ലേ? അപ്പം മൂന്നാമത്തേന് മാത്രമേ എക്സ് അടയാളം ഇടേണ്ടതുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? 1, 2, 3, പിന്നെ എത്രയാണ്? ഈ വലിയ മൊത്തം കൂടി ഒന്നുകൂടി ഉണ്ടല്ലേ? അപ്പോൾ എത്ര ചതുരമുണ്ട്? 4 ചതുരങ്ങളുണ്ട്. പ്രവർത്തനം 2. വരൂ, സമ്മാനം നേടാം. പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും. മീരയ്ക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ എഴുതി സംഖ്യ കണ്ടെത്തൂ. അപ്പോൾ നിങ്ങൾ ഈ കുറിപ്പിൽ നോക്കിയിട്ട് സംഖ്യ കണ്ടെത്തുക. എന്താണ് കുറിപ്പിലുള്ളത്? 3 100, 8 10, 5 1000, 4 1. അപ്പോൾ എത്രയായിരിക്കും സംഖ്യ? ഫസ്റ്റിൽ 3 100 എഴുതാൻ പറ്റില്ല അല്ലേ? 5000 ആണല്ലോ വലിയ സംഖ്യ. അപ്പോൾ ആദ്യം 5000 എഴുതുക. 5000 കൂട്ടണം 3 100 300 അല്ലേ? 5000 കൂട്ടണം 300 കൂട്ടണം 8 10 എത്രയാണ്? 80 അല്ലേ? 80 കൂട്ടണം 4 എത്ര കിട്ടും? 5384. നെക്സ്റ്റ് സ്ട്രിപ്പിൽ എന്താ ഉള്ളത്? 4000ഉം 3 10ഉം ചേർന്ന സംഖ്യ. 4000 4000 3 10 30 അല്ലേ? അപ്പോൾ 4000 കൂട്ടണം 30 എത്രയാണ്? 4000 30 കൂട്ടിയാൽ എത്ര കിട്ടും? 4030. നെക്സ്റ്റ് സ്ട്രിപ്പ് 25 100 8 10 4 1 ചേർന്ന സംഖ്യ. 25 100 എത്രയാണ്? 25 100 25 ഗുണിക്കണം 100 2500 അല്ലേ? 2500 8 10 എത്രയാണ്? 80. അപ്പോൾ 2500 കൂട്ടണം 80 കൂട്ടണം 4 1 4 അല്ലേ? സംഖ്യ എത്രയാണ്? 2584. നെക്സ്റ്റ് സ്ട്രിപ്പ് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1000 അല്ലേ? അപ്പോൾ 1000ൽ നിന്ന് 1 കുറഞ്ഞ സംഖ്യ എത്രയാണ്? 1000 കുറക്കണം 1 999. നെക്സ്റ്റ് 2160 കുറിച്ച് ശരിയായത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 2000ഉം 6 10ഉം. 2000ഉം 6 10ഉം എത്രയായിരിക്കും? 2060 ആയിരിക്കും അല്ലേ? അപ്പോൾ അത് 2160 കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് ശരിയല്ല. ഇനി 2000ഉം 60 10ഉം എത്രയായിരിക്കും? 2000ഉം 60 10ഉം എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 2000 2000 അല്ലേ? 60 10 എത്രയാണ്? 600 അല്ലേ? അപ്പോൾ എത്രയാണ് സംഖ്യ കിട്ടുക? 2600 അല്ലേ കിട്ടുക? നമുക്ക് എത്രയാണ് വേണ്ടത്? 2160 വേണ്ടത് അല്ലേ? അപ്പം ഓപ്ഷൻ സി നോക്കുക. 2000ഉം 16 10ഉം. അപ്പോൾ 2000ഉം 16 10ഉം എത്രയാണ്? 2000 കൂട്ടണം 16 10. 16 10 എത്രയാണ്? 160 അല്ലേ? അപ്പോൾ 2000ഉം 16 10ഉം എത്രയാണ്? 2160 അല്ലേ? എത്രയാണ് നമുക്ക് കിട്ടേണ്ടത്? 2160 അല്ലേ കിട്ടേണ്ടത്? അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത് അല്ലേ? 2000ഉം 16 10ഉം.
നെക്സ്റ്റ് പ്രവർത്തനം 2B സംഖ്യ ഉണ്ടാക്കാം. സാന്ദ്രയ്ക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ. ചുവടുകളിൽ ഏതൊക്കെ സംഖ്യാ സ്ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകും? സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡ് എത്രയാണ്? സംഖ്യ എത്രയാണ്? 6475 അല്ലേ? അപ്പം ഈ സംഖ്യാ സ്ട്രിപ്പുകളിൽ 6475 ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് കിട്ടുക? 6000, പിന്നെന്താണ് 400 ഉണ്ടോയെന്ന് നോക്കാം അല്ലേ? 400 എവിടെയാണ് ഉള്ളത്? 400, പിന്നെന്താണ് 70 വേണം അല്ലേ? 70, പിന്നെ എത്രയാണ്? 5 അല്ലേ? 5. അപ്പം 6000, 400, 70, 5. ഓക്കെ. നെക്സ്റ്റ് ബി, തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ എഴുതുക. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സംഖ്യാ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇത് നോക്കിയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും? 9000 എടുക്കുക അല്ലേ? 9000, 9000 കൂട്ടണം, പിന്നെ എത്രയാണ്? പിന്നെ വലിയ സംഖ്യ 10ൻ്റെ 100ൻ്റെ വലിയ സംഖ്യ വരുന്നത് 800 അല്ലേ? 800 കൂട്ടണം, പിന്നെ 90 ഉണ്ടോ? 90 ഉണ്ട് അല്ലേ? 90, 6. ഇതിൽ വലുത് വരുന്നത് 5 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? 6 ഉണ്ടല്ലേ? ഇതിനേക്കാളും വലുത്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 6 എഴുതാം. അപ്പോൾ എന്ത് ചെയ്യുക? 9000 കൂട്ടണം 800 കൂട്ടണം 90 കൂട്ടണം 6 അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? 9896. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബാക്കസിലെ 1000ൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്ത് ഇടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ്? അബാക്കസിൻ്റെ 1000ൻ്റെ സ്ഥാനത്ത് 4 എണ്ണമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ 4000 ആണ് ഈ അബാക്കസ് വരിക അല്ലേ? 4000 ആണല്ലോ ഇത് ഇവിടെ വരിക. 4000 ആണ് കിട്ടുക. ഇനി 4ൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മുത്തെടുത്തിട്ട് എവിടെ ഇടുക? 10ൻ്റെ സ്ഥാനത്ത് ഇടുക. അപ്പം എത്രയായിരിക്കും സംഖ്യ വരിക? 4 മാറിയിട്ട് 3 ആകുമല്ലോ. അപ്പോൾ സംഖ്യ എത്ര വരും? ഇവിടെ 4 മാറിയിട്ട് 3 ആകും അല്ലേ? ഇവിടെ എത്രയാകും? 10ൻ്റെ സ്ഥാനത്ത് 1 വരും അല്ലേ? അപ്പോൾ എത്രയാണ് സംഖ്യ വരിക? 3000. ഇവിടെ 0 തന്നെ, 3010 അല്ലേ? നെക്സ്റ്റ് ചെയ്യേണ്ടത് അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ അബാക്കസിൽ ആദ്യം എത്രയാണ് ഉണ്ടായത്? 4 മുത്താണല്ലോ. 1000ൻ്റെ സ്ഥാനത്ത് 4 മുത്താണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ എത്രയാണ് സംഖ്യ വരുന്നത്? 4000 അല്ലേ? ഈ 4000 മൈനസ് എന്ത് ചെയ്യുക? ഇപ്പോൾ കിട്ടിയ സംഖ്യ എത്രയാണ്? 3010 അല്ലേ? 4000 കുറക്കണം 3010 എത്രയാണ് കിട്ടുക? 0, 9, 9 അല്ലേ? 990 ആണ് കിട്ടുക. 990. നെക്സ്റ്റ് 5083 ചുവടെ കൊടുത്തതിൽ ഏത് സംഖ്യയാണ്? ശരി ഉത്തരത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ 5083 ചുവടെ കൊടുത്തതിൽ ഏത് സംഖ്യയാണ്? 5083 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം 3, എത്ര മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിയായി നിന്നു. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13ാമതാണ്. എത്രാമത്? 13ാമതാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് വരിയിൽ എത്ര പേരുണ്ട്. എങ്ങനെ കാണാം വരിയിൽ എത്ര പേരുണ്ടെന്ന്? മീരയുടെ സ്ഥാനം എവിടെയാണ്? മുന്നിൽ നിന്ന് എണ്ണിയപ്പോൾ 13ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണിയപ്പോഴും 13ാമതാണ് അല്ലേ? അപ്പോൾ മുന്നിൽ നിന്ന് എണ്ണിയപ്പോഴും 13ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണിയപ്പോഴും 13ാമതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മീര നിൽക്കുന്ന നടുക്കാണ് അല്ലേ? ഇനി മീരയുടെ മുൻപിൽ എത്ര പേരുണ്ട്? 13ാമതാകുമ്പോൾ മുൻപിൽ 12 പേരുണ്ട്. ഇനി പിന്നിൽ നിന്ന് എണ്ണുമ്പോഴും 13ാമതാണ് അല്ലേ? അപ്പോൾ പിന്നിലും എത്ര പേരുണ്ടാകും? 12 പേരുണ്ടാകും അല്ലേ? അപ്പോൾ ഈ വരിയിൽ മീര ഇവിടെ ഉണ്ടല്ലോ, മീര ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വരിയിൽ എത്ര കുട്ടികളുണ്ടാകും? ഈ 12 കൂട്ടണം മീര ഒന്നുണ്ടല്ലോ, 1 കൂട്ടണം ഈ 12 അല്ലേ? അപ്പം ആകെ എത്ര കുട്ടികളാണ് ഉള്ളത്? 12 24, 24 പിന്നെ മീരയും. അപ്പോൾ എത്ര കുട്ടികളാണ്? 25 അല്ലേ? വരിയിൽ എത്ര പേരുണ്ട്? 25 പേരുണ്ട്. ഇനി നിങ്ങൾ കാണേണ്ടത് എന്താണ്? ആദ്യം നിന്ന് മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? എങ്ങനെ കാണാം? ആദ്യം നിന്ന് മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണല്ലേ? അപ്പോൾ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 25 പേരാണ് ഉള്ളത് അല്ലേ? അപ്പം മിത്രയാണ് ആദ്യം നിൽക്കുന്നത്. അവളുടെ ടിക്കറ്റ് നമ്പർ 2789 ആണ്. വരിയിലാകെ
25 പേരുണ്ട്. അപ്പോൾ ഈ 2789 കൂടെ 25 കൂട്ടണോ? വേണ്ട അല്ലേ? മിത്രയും കൂടിയിട്ടാണല്ലോ 25 വരുന്നത്. അപ്പോൾ നമ്മൾക്ക് മിത്രയെ ഒഴിവാക്കാം അല്ലേ? അപ്പോൾ 2789 കൂടെ എത്ര കൂട്ടിയാൽ മതി? 24 കൂട്ടിയാൽ മതി. 2789 കൂട്ടണം 24 എത്രയാണ്? 3 ബാക്കി 1 അല്ലേ? 10 11 8 2813 അല്ലേ? അപ്പോൾ അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? 2813. നെക്സ്റ്റ് സി. നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയായി. വരിയിൽ നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയാകെ 500 നോട്ടുകളാണ് കയ്യിലുള്ളത്. ടിക്കറ്റിൻ്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം? അപ്പോൾ 2500 രൂപ എത്ര 500 നോട്ടുകളായിട്ട് കൊടുക്കാം? 5 500 അല്ലേ? 5 എത്ര 500 നോട്ടുകൾ കൊടുക്കാം? 5 500 നോട്ട്. നെക്സ്റ്റ് മനുവിൻ്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കൂ. ഏതൊക്കെ സംഖ്യാ കാർഡുകളാണുള്ളത്? 3468, 3648, 4368, 4863, 3864. ഇതിനെന്ത് ചെയ്യുക? വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വച്ച ശരിയുത്തരത്തിന് ടിക്ക് അടയാളം ഇടുക. അപ്പോൾ ഈ സംഖ്യാ കാർഡുകളുണ്ടല്ലോ, ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയിട്ട് ഇവിടെ ഈ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡിക്ക് നേരെ നിങ്ങൾ ടിക്ക് അടയാളം ഇടുക. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായി ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്? വലുതിൽ നിന്ന് ചെറുതിലേക്ക് രണ്ടാമത് വരുന്നത് അല്ലേ? 4863, 4368, 3864, 3648, 3468 അല്ലേ? ഇതല്ലേ ശരിയായിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ള ചിത്ര പാറ്റേൺ നോക്കൂ. നിങ്ങൾ ഈ ചിത്ര പാറ്റേൺ നോക്കുക. ആദ്യം ഈ മൂലക്ക വെച്ചതല്ലേ? നെക്സ്റ്റ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ചു. നെക്സ്റ്റ് അതിൻ്റെ തൊട്ടിപ്പുറത്തെ മൂലയിൽ വെച്ചു. ഇനി എവിടെയാണ് വേണ്ടത്? ഇവിടെ ആയിരിക്കും വേണ്ടത് അല്ലേ? ഈ മൂലയിലല്ലേ വേണ്ടത്. അപ്പോൾ ഇതിൽ തുടർന്ന് വരുന്ന പാറ്റേൺ ഏതാണ്? ഇതിൽ ഓപ്ഷൻസിൽ 1 അല്ല 2 അല്ല, ഇവിടെയാണല്ലോ വേണ്ടത്. അപ്പം ഈ ലാസ്റ്റത്തെ ഓപ്ഷനാണ് കറക്റ്റ്. നെക്സ്റ്റ് പ്രവർത്തനം 4, കാറോട്ട മത്സരം. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. മീരയ്ക്ക് കിട്ടിയ പോയിന്റ് എത്രയാണ്? റൗണ്ട് 1 495, റൗണ്ട് 2 1805. മിത്രയ്ക്കോ? റൗണ്ട് 1 515, റൗണ്ട് 2 1685. ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റ് എത്ര? മീരയ്ക്ക് കിട്ടിയ പോയിന്റ് എത്രയാണ്? 2 കൂട്ടി നോക്കുക അല്ലേ? റൗണ്ട് 1 495 ആണല്ലോ. അപ്പോൾ 495 കൂട്ടണം എത്രയാണ്? 1805 അല്ലേ? 10 ബാക്കി 1, 9 1 10 ബാക്കി 1, 8 4 12 1 13 അല്ലേ? ബാക്കി 1 ഇവിടെ 2. എത്രയാണ് കിട്ടുക? 2300 അല്ലേ? മീരയ്ക്ക് കിട്ടിയ പോയിന്റ് 2300. ഇനി മിത്രയ്ക്ക് കിട്ടിയ പോയിന്റ് നോക്കാം. മിത്രയുടെ റൗണ്ട് 1 515 അല്ലേ? 515. റൗണ്ട് 2 എത്രയാണ്? 1685 അല്ലേ? 1000ൻ്റെ സ്ഥാനം വരുമ്പോൾ സ്ഥാനം ഇടുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. 5 5 10 ബാക്കി 1, 8 1 9 1 10 അല്ലേ? ബാക്കി 1, 6 5 11, 11 1 12, ബാക്കി 1 2. 2200 ആണ് കിട്ടുന്നത്. അപ്പോൾ മിത്രയ്ക്ക് കിട്ടിയ പോയിന്റ് 2200 ആണല്ലേ? ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? ആർക്കാണ്? മീരയ്ക്കല്ലേ? മീരയ്ക്കല്ലേ 2300 കിട്ടിയത്. അപ്പോൾ ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? മീരയ്ക്ക്. എത്ര കൂടുതൽ? 2200-നേക്കാളും എത്ര കൂടുതലാണ് 2300? കുറച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നമ്മൾക്ക് മനസ്സിൽ തന്നെ കിട്ടുമല്ലോ. 100 കൂടുതൽ അല്ലേ? എത്ര കൂടുതൽ? 100 കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ചുവടെ തന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണുള്ളത്? 1000, 1200, 1450, 1750. അടുത്ത സംഖ്യയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പം 1000-നോട് 200 കൂട്ടുമ്പോഴാണ് 1200 ആകുന്നത് അല്ലേ? 1200-നോട് 250 കൂട്ടുമ്പോഴാണ് 1450 ആകുന്നത്. ഇനി ഇതിനോട് എത്ര കൂട്ടുന്നു? ഇവിടെ എത്ര കൂട്ടിയത്? 200 കൂട്ടി അല്ലേ? 1000-നോട് 200 കൂട്ടി. നെക്സ്റ്റ് കൂട്ടി 1200 ആയി അല്ലേ? ഇനി 1200-നോട് 250 കൂട്ടുമ്പോഴാണ് 1450 ആയത് അല്ലേ? ഇനി 1450-നോട് എത്ര? 300 കൂട്ടുമ്പോഴാണ് 1750 ആകുന്നത്.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1750 എത്ര കൂട്ടണം? 350 കൂട്ടേണ്ടി വരും അല്ലേ? 1750 കൂട്ടണം 350. 0 10 ബാക്കി 1 10 1 11 1100 അല്ലേ? ഇവിടെ ഓപ്ഷൻസിൽ 2100 അല്ലേ? ഇവിടെ ഓപ്ഷൻസിൽ 2100 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2100 നാലാമത് വരുന്നതാണ് ശരി ഉത്തരം. നെക്സ്റ്റ്, കളി ഉപകരണങ്ങൾ. സ്കൂളിലേക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി. 5500 രൂപയാണ് കയ്യിലുള്ളത്. വിലവിവര പട്ടിക ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ക്രിക്കറ്റ് ബാറ്റ് ബോളിന് 1230, ക്യാരം ബോർഡിന് 1300, ഷട്ടിൽ ബാറ്റ് കോക്ക് 970 രൂപ, ഹെൽമെറ്റ് 1450, ജേഴ്സി 1050, വോളിബോൾ നെറ്റ് 860, വോളിബോൾ 1099. അപ്പോൾ ഇതാണ് വില വിവര പട്ടിക. ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വില എഴുതി ആകെ കണ്ടെത്തുക. ക്രിക്കറ്റ് ബോളിന് എത്രയാണ് വില? 1230 അല്ലേ? ഇനി ഷട്ടിൽ ബാറ്റ് കോക്കിന് എത്രയാണ് വില? ഷട്ടിൽ ബാറ്റ് കോക്ക് 970 അല്ലേ? നെക്സ്റ്റ് ക്യാരം ബോർഡിന് എത്രയാണ്? ക്യാരം ബോർഡ് 1300. അപ്പോൾ ആകെ എത്രയാണ് വരിക? 1230 കൂട്ടണം 970 കൂട്ടണം 1300. 0 10 ബാക്കി 1 5 ബാക്കി 1 3 അല്ലേ? 3500 കിട്ടുന്നത്. അപ്പോൾ ആകെ 3500 രൂപ. ബാക്കി എത്ര രൂപയുണ്ട്? എത്രയാണ് കൊണ്ടുപോയത്? 5500 രൂപയാണ് കൊണ്ടുപോയത് അല്ലേ? അപ്പോൾ ഈ 5500 നിന്ന് എത്ര കുറക്കുക? 5500 കുറക്കണം 3500. 0 0 0 2 അല്ലേ? അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? ബാക്കി എത്ര രൂപയുണ്ട്? 2000 രൂപ. ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെ? അപ്പോൾ 2000 രൂപയിൽ താഴെ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണുള്ളത്? ജേഴ്സി വാങ്ങാം 1050 രൂപയുടേത്, വോളിബോൾ നെറ്റും വാങ്ങാം അല്ലേ? ഇത് രണ്ടും കൂടിയാൽ മാത്രമേ 2000 താഴെ കിട്ടുന്നുള്ളൂ അല്ലേ? നെക്സ്റ്റ് പ്രവർത്തനം, ഓണം വന്നേ. ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭാഗ്യയും പോയി. 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. വിലവിവര പട്ടിക ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷർട്ട് 900 രൂപ, പാൻസിന് 1050 രൂപ, ലാച്ച 1550, ചുരിദാർ 1240, സാരി 2100, ടീഷർട്ട് 950. ഭാഗ്യക്കും അനിയനും വാങ്ങിയത് നോക്കൂ എത്ര രൂപയായി? ഷർട്ട് വാങ്ങി 900 രൂപയുടെ, പാൻസ് 1050 രൂപ, ലാച്ച 1550. അപ്പോൾ ആകെ എത്രയാകും? 900 കൂട്ടണം 1050 കൂട്ടണം 1550 എത്രയാണ് കിട്ടുന്നത്? എത്രയാണ് കിട്ടുക? 3500 അല്ലേ? അപ്പോൾ ബാക്കി തുക എത്രയായിരിക്കും? ആകെ എത്രയാണുള്ളത്? 7000 ആണല്ലോ ഉള്ളത്. 7000 കുറക്കണം എത്രയാണ്? ഇപ്പോൾ എത്ര കിട്ടി? 3500 അല്ലേ? അപ്പോൾ ബാക്കി എത്ര ഉണ്ടാകും? 0 0 5 3 3500 ബാക്കി ഉണ്ടാവും അല്ലേ? ബാക്കി തുക 3500 ആണ്. അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരിയും വാങ്ങണം. ഇതിന് കയ്യിലുള്ള പണം തികയുമോ? അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരിയുമാണ് വാങ്ങേണ്ടത്. അപ്പോൾ കയ്യിൽ എത്രയാണ് പണം ഇപ്പോൾ ഉള്ളത്? 3500 രൂപയാണല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ കയ്യിൽ 3500 രൂപയുണ്ട്. അപ്പോൾ ഈ ടീഷർട്ടിന് എത്രയാണ് ഇവിടെ വില കാണിച്ചിരിക്കുന്നത്? ടീഷർട്ടിന് 950 രൂപയാണല്ലേ? അപ്പോൾ 950 ടീഷർട്ടിന്. സാരിക്ക് എത്രയാണ്? 2100 അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂട്ടി നോക്കാം. 2100 കൂട്ടണം 950 അല്ലേ? എത്രയാണ് കിട്ടുക? 0 5 10 ബാക്കി 1 3050 കിട്ടുന്നത് അല്ലേ? അപ്പോൾ കയ്യിലുള്ളത് എത്രയാണ്? 3500 രൂപ കയ്യിലുണ്ട്. ഇപ്പം ടീഷർട്ടിന് സാരിക്കും കൂടിയിട്ട് എത്ര രൂപയേ ആകുന്നുള്ളൂ? 3050 രൂപയേ ആകുന്നുള്ളൂ അല്ലേ? അപ്പോൾ തികയുമോ? പൈസ തികയുമോ? തികയില്ലയോ? തികയും അല്ലേ? തികയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.